പഹൽഗാം ഭീകരാക്രമണത്തിൽ പൊതുജനങ്ങൾ പ്രതികരിക്കുകയാണ്. ഒപ്പം പ്രേക്ഷകർക്കും തത്സമയം പ്രതികരണങ്ങൾ അറിയിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ശാലിനി, കൊച്ചിയിൽ നിന്നും രേഷ്മ, കോഴിക്കോട് ഗോകുൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, ഈ 26 പേരുടെ മരണം അത് അങ്ങേയറ്റം ദാരുണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാജ്യം അതിശക്തമായി സംഭവത്തെ അപലപിക്കുകയാണ്. പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ചേരിതിരിഞ്ഞുള്ള സംസാരം ഈ മുസ്ലിം ഭീകരതയാണ് എന്ന് പറയാൻ പോലും അവർക്ക് മടിയാണ്. പകരം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം ഇടത് വലത് മുന്നണികൾ കൈക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് പോലും ഈ പ്രശ്നത്തിൽ പോലും അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ്. 26 ജീവനുകളാണ് നിലവിലെ കണക്ക് പ്രകാരം പഹൽഗാമിൽ രാജ്യത്തിന് നഷ്ടമായത്. ഓരോ ജീവനും തിരിച്ചടിച്ച് അല്ലെങ്കിൽ ഓരോ ജീവനും തിരികെ മറുപടി നൽകുമെന്നുള്ളതാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. നിർണായകമായിട്ടുള്ള യോഗങ്ങൾ രാജ്യ തലസ്ഥാനത്ത് ചേരുമ്പോൾ ഞാൻ നിൽക്കുന്ന തലസ്ഥാന ജില്ലയിലും തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉയരുകയാണ് പാകിസ്ഥാന്റെ നടപടിയിലും ഈ ഒരു ഭീകരാക്രമണത്തിൽ. കാരണം രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭീകരാക്രമണമായി തന്നെയാണ് നിലവിൽ ഈ ഒരു ഭീകരാക്രമണത്തെ നമ്മൾ കാണുന്നതും സാധാരണക്കാർ പ്രതികരിക്കുകയും ചെയ്തു. എനിക്കൊപ്പം ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേരുകയാണ്. ഈ ഒരു ഭീകരാക്രമണത്തിൽ ഉണ്ടായ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ അതിൽ അവരുടെ പ്രതിഷേധങ്ങൾ, അവരുടെ നിലപാടുകൾ അറിയിക്കാനായി. ചിലപ്പോൾ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിവിധ സമ്മേളനങ്ങളടക്കം നടക്കുന്നു, പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് ഭീകരാക്രമണത്തിൽ നടക്കുന്നു. എങ്ങനെയാണ് ഇന്നലത്തെ ഈ ഒരു സംഭവത്തെ നിങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? ഭീകരർക്ക് കൃത്യമായിട്ടുള്ള മറുപടി, അവരുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആ വാക്കിൽ നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തിന് നരേന്ദ്രമോദി, അമിത്ഷായുടെ കൂട്ടുകെട്ട്, അതിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഭീകരർക്ക് അതിനുള്ള മറുപടി തിരിച്ചു കൊടുത്തേ മതിയാവും. അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ലോകത്തിൻ്റെ നമ്മുടെ രാജ്യം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പല രാജ്യങ്ങളും യുദ്ധം നടക്കുന്ന സമയത്ത് പോലും അതിനിടയിൽ നിൽക്കാൻ കഴിയുന്ന ആ കെൽപ്പുള്ള രാജ്യത്തിൻ്റെ അധികാരികളായിട്ട്, ലോകത്തിൻ്റെ അധികാരികളായിട്ട് മാറുന്നു. ഇപ്പോൾ തന്നെ സൗദിയിൽ നടക്കുന്ന ആ നയതന്ത്രത്തിനിടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്ന ഉടനെ തന്നെ അദ്ദേഹം എയർപോർട്ടിൽ തന്നെ വെച്ചിട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ട്, നമ്മുടെ അജിത് ഡോവൽ അടക്കമുള്ളവരുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു. ഇന്നിപ്പോൾ ക്യാബിനറ്റ് കൂടും എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ തന്നെ ഭീകരർക്കെതിരെയുള്ള നീക്കം നടക്കുന്നു. മറ്റ് രാജ്യങ്ങൾ, ഇറാനും അമേരിക്കയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അത് ഭാരതത്തോടൊപ്പം നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും തന്നെ നമ്മൾ തിരിച്ചടിക്കേണ്ടത് തന്നെയാണ്. ഈ ഭീകരത വച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഭീകരത ഈ നാട്ടിൽ നിന്നും ഈ ലോകത്തു നിന്നും തുടച്ചു മാറ്റേണ്ടത് ലോകത്തിൻ്റെ ഹിതത്തിന് അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. വിവാഹം കഴിഞ്ഞ് 8ാം നാൾ വിധവയാകേണ്ടി വന്നൊരു പെൺകുട്ടി, അങ്ങനെ ഒരുപാട് പേരുടെ ജീവനുകളാണ് ഇന്നലെ നഷ്ടമായത്. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ തിരിച്ചടിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവൻ നഷ്ടമായത് തിരിച്ചടി തീർച്ചയായും ഉടൻ തന്നെ വേണമെന്നാണോ നിങ്ങൾ? തീർച്ചയായിട്ടും ഒരു ജീവന് മറുപടി ആവില്ല. ആ ജീവന് വില ജീവൻ തന്നെയാണ്. പക്ഷെ എന്നാലും തിരിച്ചടിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റുള്ള അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആശ്വാസകരമായിട്ട് തീർച്ചയായിട്ടും അവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഇന്നലെ ശരിക്കും ആ പേര് ചോദിച്ചുകൊണ്ട് ഒരു മതപരമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അപ്പം തിരിച്ചടി അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അവർക്ക് നമ്മൾ കാണാറുണ്ടല്ലോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി തിരിച്ചടിക്കുമ്പോഴാണ് ആ നഷ്ടപ്പെട്ടവർക്ക് കൂടി ആശ്വാസം ഉണ്ടാകുന്നത്. മതം ചോദിച്ചുകൊണ്ടൊരു ഭീകരാക്രമണം, അതാണ് ഇന്നലെ നമ്മൾ പഹൽഗാമിൽ കണ്ടിട്ടുള്ളത്. ഒരു പെൺകുട്ടി, അതിൻ്റെ 26ാമത്തെ വയസ്സിൽ അതിൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുന്ന സാഹചര്യം. തലസ്ഥാന ജില്ലയിലടക്കം നമുക്ക് ഒരുപാട് മക്കളുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് മറുപടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നുണ്ട്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചു ആദ്യമേ തന്നെ പറയട്ടെ, ജനം ടിവിക്ക് അഭിവാദ്യങ്ങൾ. കാര്യം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും ഹിന്ദു സമൂഹത്തോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ജനം ടിവിക്ക് ആദ്യമേ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ നേരുന്നു. കാര്യം എവിടെയും എന്ത് പ്രശ്നത്തിനും ഞങ്ങളോടൊപ്പം, ഹിന്ദുക്കളോടൊപ്പം, ജനങ്ങളോടൊപ്പം നിന്ന് സഹകരിക്കും ജനം ടിവിക്ക്. എത്ര അഭിനന്ദനം പറഞ്ഞാലും മതിയാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഷൈജു അദ്ദേഹം പറഞ്ഞതുപോലെ യഥാർത്ഥ ഫാക്റ്റ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഹിന്ദുക്കൾക്ക് ഒരു ഏറ്റവും ഋണപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെ നടത്തിയത്. അപ്പം നമ്മുടെ കേന്ദ്രമന്ത്രിമാരോ നമ്മുടെ BJP ഭരണകൂടം ആവശ്യപ്പെട്ടാൽ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി രക്തം കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഈ ഹിന്ദുക്കൾക്ക് എതിരെ വർഗീയവാദി ഉയർത്തുന്നതിനെ ശക്തമായി തിരിച്ചടിക്കാൻ വാക്കിലല്ല പ്രവൃത്തി കൊണ്ട് നമ്മൾ സന്നദ്ധരായിരിക്കുകയാണ്. പക്ഷേ ഒരു നിർദ്ദേശം കിട്ടാൻ നമുക്ക് പോകാൻ പറ്റും, നിയമം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തിലായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി, അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മനുഷ്യനല്ല, അതിനപ്പുറം നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും പ്രതികരിക്കും. നമ്മൾക്കൊരാശ്വാസം വരും. ഇന്ത്യ ലോകത്ത് അറിയപ്പെടുന്നതെന്ന്
ഇപ്പോൾ തന്നെ അറിഞ്ഞു കഴിഞ്ഞു. അതിൽ ഉപരി ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് നമ്മൾ മാറും. ഭാരതാംബ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ മാതാവായിട്ട് അറിയപ്പെടുമെന്നും അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞയെടുക്കുകയാണ്. സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ ഇടത് വലത് മുന്നണികൾ, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, CPM-ന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പ്രതികരിച്ചിട്ട് രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുകയാണ്, കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കുകയാണ്. അതിനോടൊക്കെയുള്ള താങ്കളുടെ അതിനോടൊക്കെയുള്ള എൻ്റെ പ്രതികരണം CPM എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, CPM ഇവിടെ എന്താണ് ചെയ്യണത്? CPM-ന് പോലും പറഞ്ഞാൽ CPM ഇതാണ്. അവർ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല, ഹിന്ദുക്കൾക്ക് അനുകൂലിച്ചവരെന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു സമ്മേളനം ഇവിടെ നടക്കുകയാണ്. ഇവിടെ യഥാർത്ഥ ഹിന്ദുവിന് നാമധാരികളായ ഒരുപാട് മന്ത്രിമാരുണ്ട്, ഒരുപാട് പ്രതിനിധികളുണ്ട്. ആരെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വരണമുണ്ടോ? ഇവിടെ നേരെ മറിച്ച് ഒരു മുസ്ലിമിൻ്റെ പരിപാടി നടക്കട്ടെ, തീർച്ചയായിട്ടും അവർ വന്നിരിക്കും, പങ്കെടുത്തിരിക്കും. മനസ്സിലാക്കണം. കാര്യം വെച്ചാൽ അവർക്ക് വർഗീയം മേടിച്ച് വോട്ട് നേടുമെന്നുള്ള അവർക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഹിന്ദുവിൻ്റെ ഉന്നമനത്തിനോ ഹിന്ദു സംഘടനയ്ക്ക് ഒരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കുമെന്നോ ഒരു കാരണവശാലും അവരെ നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾ ഹിന്ദു സഹോദരന്മാർ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ പ്രതികരിക്കണം. എന്തു പ്രശ്നം വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഏത് സമയത്ത് ഏത് സ്ഥലത്തും നമുക്ക് പ്രതിരോധിക്കാൻ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ ഇന്നലെ കാണിച്ച അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഈ തീവ്രമായതിന് അതായത് മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ടാണെന്ന് പറയണത്. നമ്മൾക്ക് നാളെ ഇത് സംഭവിക്കാം, ചുമ്മാ പറയണമല്ല. നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിക്കും. നമ്മളിവിടെ തന്നെ പഴവങ്ങാടിയാണ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് വർഗീയമില്ല. വികാരമായി പുറത്തു വരുന്നത്